നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഇനി റബ്ബിലേക്ക് മുമ്പുള്ളതിനേക്കാൾ നന്നായിട്ട് അടുക്കുക, അവനോട് പറയുക എന്നതല്ലാത്ത മറ്റൊന്നും എൻ്റെ മുമ്പിലില്ല എന്ന തിരിച്ചറിവ് നമുക്ക് കിട്ടണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. അല്ലാഹു വിളിക്കുന്നു, അല്ലയോ ജനങ്ങളെ, ഓ ജനങ്ങളെ, മുഴുവൻ ആളുകളെയും റബ്ബ് വിളിക്കുകയാണ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെ അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. ഫഖീർ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളവൻ എന്നാണ് അർത്ഥം. സാധാരണ നമ്മൾ ഫഖീർ, അയാളൊരു ഫഖീറാണ്, ദരിദ്രനാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അയാളുടെ ആവശ്യം അയാൾ മറ്റുള്ളവരിലേക്ക് ഉന്നയിക്കാൻ ഉള്ള അവസ്ഥയിലുള്ള ആളാണ്. സാമ്പത്തിക സൗകര്യമാണെങ്കിലും വസ്ത്രത്തിൻ്റെ കാര്യമാണെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിലും അതൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞാലേ അയാൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അതാണ് ദരിദ്രൻ, ഫഖീർ, ആവശ്യമുള്ള ആൾ. എത്ര വലിയ സൗകര്യമുള്ളവനാണെങ്കിലും എത്ര വലിയ ജീവിക്കാനുള്ള ആരോഗ്യം നിലവിലുള്ള ആളാണെങ്കിലും അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ഏത് ഘട്ടത്തിലും നിങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. ഇന്ന് നമ്മൾ ചുറ്റുപാടുകളിൽ കാണുന്ന ഈ ഒരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അത് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടും. ലോകം മുഴുവൻ തകർക്കാൻ കഴിയുന്ന ആയുധശേഖരങ്ങളുള്ള രാജ്യങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. ഏതും രോഗങ്ങളെയും പ്രതിരോധിക്കാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്ന വൈദ്യശാസ്ത്രത്തിന്റെ സജീവത നമ്മുടെ മുമ്പിലുണ്ട്. ഏതു മേഖലകളിലെയും രഹസ്യങ്ങൾ ചൂഴ്ന്നന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്ന സാങ്കേതിക സംവിധാനങ്ങൾ നമ്മുടെ അടുക്കലുണ്ട്. ഇതിലേതാ വിജയിച്ചത്? ആയുധങ്ങൾ പരാജയപ്പെട്ടോ? രോഗത്തിന്റെ മുമ്പിൽ, കൊറോണ എന്ന വൈറസിന്റെ ആക്രമണത്തിന് മുമ്പിൽ ആയുധങ്ങൾ പരാജയപ്പെട്ടോ? ഒരു സംശയമല്ല അതിൽ. മനുഷ്യന്റെ അന്വേഷണങ്ങൾ വിജയിച്ചോ? അവന്റെ മൈക്രോസ്കോപ്പുകളും ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ നടത്തുന്ന സംവിധാനങ്ങളും എല്ലാം പരിപൂർണമായും ഇതിൽ വിജയിച്ചു. ഇതിന്റെ രഹസ്യങ്ങൾ അന്വേഷിക്കുന്നതിൽ പരിപൂർണമായും വിജയിച്ചു എന്നാർക്കാണ് അവകാശപ്പെടാൻ കഴിയുക? ശക്തിയും കഴിവുമെല്ലാം ഇതിന്റെ മുമ്പിൽ ഉജ്ജ്വലമായി വിജയിച്ചു, എല്ലാറ്റിനെയും അതിജയിച്ചു എന്നൊരാളും ഇന്ന് വരെ അവകാശപ്പെട്ടിട്ടില്ല. റഹ്മാനായ റബ്ബിന്റെ തീരുമാനങ്ങൾ അല്ലാഹു തമ്പുരാൻ എന്തൊന്നുദ്ദേശിച്ചു അതവൻ നിരന്തരമായി നടപ്പാക്കുന്നു എന്ന് ബോധ്യപ്പെട്ട ഈ ഒരു അവസരത്തിൽ ഉറപ്പിച്ച് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് ഏറ്റവും ആവശ്യമുള്ളവരാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളൊക്കെ ഈ പറഞ്ഞതുപോലെ ആരോഗ്യമുള്ളവര്, സൗകര്യമുള്ളവര്, അതില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ഏത് രൂപമാണെങ്കിലും ഘട്ടമാണെങ്കിലും കരുണാവാരിധിയായ അല്ലാഹുവിലേക്ക് ആവശ്യമുള്ള ആളാണ് ഞാൻ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക. അതിനെ നമ്മൾ ചെറിയ ഒരു വാക്കുപയോഗിച്ച് പറയാറുണ്ട്, ദുആ ചെയ്യാന്നുള്ളത്. സത്യത്തിൽ മുഅ്മിനായ ഒരു മനുഷ്യന്റെ ഓരോ ഇബാദത്തുകളും ദുആയാണ്. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ ആരാധനയായിട്ട് അവൻ നിശ്ചയിച്ചിരിക്കുന്ന നിസ്കാരം, അസ്വലാത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഅനാഹു അദ്ദുആ, നിസ്കാരം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. പക്ഷെ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കൽ വളരെ കുറവാണ്. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാറുള്ളത്.
ബാക്കിയുള്ള അമലുകളൊക്കെ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയുടെ ഭാഗമാണെന്ന് മാത്രമല്ല, ആ നിസ്കാരത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന ആ ദുആ സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങളാണ്. അതാണ് നിസ്കാരം ദുആയാണ്, എല്ലാ ഇബാദത്തും ദുആയാണ്. നോമ്പ് ഒരർത്ഥത്തിൽ അതൊരു ദുആയാണ്. എല്ലാ കാര്യങ്ങളും അതെന്ത്, ആ അമല് നമ്മൾ ചെയ്യണത് അള്ളാഹുവിലേക്കുള്ള ഒരു സമർപ്പണമായിട്ടാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷയും സമാധാനവും നൽകാനുള്ള മാനദണ്ഡങ്ങളായി മാർഗങ്ങളായിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. എന്നാലും മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്ന് റബ്ബിനോട് ചോദിക്കുക എന്ന ഒരു ധർമ്മമുണ്ട്. അള്ളാഹു തന്നെ ആ കാര്യം നമ്മോട് പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. وَإِذَا سَأَلَكَ عِبَادِي, എൻ്റെ അടിമ അങ്ങയോട് ചോദിക്കുകയാണെങ്കിൽ, അന്നീ, അള്ളാഹുവാകുന്ന എന്നെ സംബന്ധിച്ച് അങ്ങയോട് ചോദിക്കുകയാണെങ്കിൽ, എന്നെക്കുറിച്ച് അങ്ങ് അവരോട് പറയേണ്ട കാര്യം ഞാൻ ആരാണ് എന്നതാണ്. ഞാൻ ആരാണ്? ഫഇന്നീ ഖരീബ്, ഞാൻ അടുത്തവനാണ് എന്നാണ് നിങ്ങൾ അള്ളാഹുവായ എന്നെക്കുറിച്ച് പറയേണ്ടത്. ഇപ്പൊ നാസർ ഫൈസി, അസീസാജി, നമ്മളൊക്കെ ഇങ്ങനെ കരീബാണ്, അടുത്ത ആളാണ്. പക്ഷേ എന്നെക്കുറിച്ച് എൻ്റെ അടുത്തിരിക്കുന്ന നിങ്ങൾക്ക് എന്തറിയാൻ കഴിയും? അതാണ് അള്ളാഹു കരീബാണ്, എൻ്റെ അടുത്തിരിക്കണ നാസർ ഫൈസി കരീബാണ്, അസീസാജി കരീബാണെന്ന് പറഞ്ഞതിന്റെ വ്യത്യാസം അതാണ്. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാൻ കഴിയും? നിങ്ങളെക്കുറിച്ച് എനിക്ക് എന്തറിയാൻ കഴിയും? നിങ്ങളുടെ അവയവങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ മനസ്സിനെ കുറിച്ച്, നിങ്ങളുടെ കൽബിന്റെ ഉള്ളിലുള്ള വിചാരങ്ങളെ കുറിച്ച് എനിക്ക് എന്തറിയാൻ കഴിയും? ബാഹ്യമായി സാങ്കേതികമായി നമുക്ക് പറയാൻ കഴിയുന്നതാണ് നമ്മളൊക്കെ അടുത്തവരാണ് എന്നുള്ളത്. എന്തിനേറെ പറയണോ? ഏറ്റവും കൂടുതൽ ഒരാൾ മനുഷ്യന് അടുപ്പുണ്ടാകുന്ന എന്തെങ്കിലും ഉമ്മ അല്ലെങ്കിൽ ബാപ്പ അല്ലെങ്കിൽ ഭാര്യ, ആർക്കാ പറയാൻ കഴിയുക? കരീബാണ്, അടുത്ത ആളാണ്, അടുത്ത് കിടക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അറിയണ കാര്യങ്ങൾ ആ അടുത്തുള്ള ആളെക്കുറിച്ച് നമ്മൾ അറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ ഒന്നു രണ്ടും അല്ല, കോടാന കോടി. എന്നാ അള്ളാഹുവോ? മനസ്സിലായില്ലേ? അള്ള കരീബാണ്. എങ്ങനെയാണ് അള്ള കരീബ്? അത് പടച്ചോൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യന്റെ കണ്ടനാടിയേക്കാൾ അവനോടടുത്തവനാണ് നമ്മൾ. അതിന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കണ്ടനാടി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്ന കഴുത്തിലുള്ള ഒരു ഞരമ്പാണെന്നാണ്. മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവൻ പോവും. മനുഷ്യന്റെ ജീവനേക്കാൾ അത് നൽകിയവനാണല്ലോ അള്ളാഹു. മുഹയ്യായ അള്ളാഹു, മുമീത്തായ അള്ളാഹു, ജീവിതവും മരണവും പടച്ച അള്ളാഹു, നമുക്ക് ജീവൻ നൽകിയ ആ ജീവനെ വളർത്തുന്ന റബ്ബായ അള്ളാഹു, എല്ലാമായ അള്ളാഹു, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും നിരന്തരമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാഹ്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു നമ്മളുടെ വിചാരങ്ങൾ അറിയണത്, ചിന്തകൾ അറിയണത്, നമ്മളുടെ കാഴ്ചകളെ അറിയണത് ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്കറിയാം. ഖുർആനിൽ അതിങ്ങനെ അള്ളാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ അള്ളാഹു പറയാണ് ഫ ഇന്നി ഖരീബ്, ഞാൻ അടുത്ത ആളാണ്. മനസ്സിലാക്കണത് എല്ലാവരുടെ അടുക്കലുണ്ടെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിലേക്ക് അള്ളാഹു അതിൻ്റെ അപ്പുറത്ത് ഖരീബായ ഒരാളില്ലാന്ന് അവൻ തിരിച്ചറിയുന്നുള്ളതാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, അയ്നല്ലാഹ്, എവിടെയാണ് അള്ളാഹ് എന്ന് ചോദിച്ചു. അപ്പൊ എവിടെയെന്നാ പറയാ?
നമ്മൾ ഈ പറഞ്ഞതുപോലെ അവിടെയാണല്ല ഇവിടെയാണല്ല. ഒറ്റ മറുപടിയാണ് ഉമർ റളിയല്ലാഹു അൻഹു, ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ, മുഅ്മിനീങ്ങളായ ആളുകളുടെ ഹൃദയങ്ങളിലാണ്. അയിനല്ലാഹ്, അല്ലാഹു എവിടെയാണ്? അത് മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിലാണ് അല്ലാഹു. അതുകൊണ്ടാണ് റബ്ബ് പറയുന്നത് ഫഇന്നി ഖരീബ്, ഞാൻ നിശ്ചയമായും ഏറ്റവും അടുത്തയാളാണ്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ, എന്നെ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം നൽകുന്നവനാണ് ഞാൻ. ഫല്യസ്തജീബൂലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ, അതുകൊണ്ട് അവർ എന്നോട് ഉത്തരം തേടട്ടെ. മനുഷ്യന്മാരവരുടെ ആവശ്യങ്ങൾ എൻ്റെ മുമ്പിൽ പറയട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ വർഷവും മഹാനായ അംദ്രുപ്പാപ്പയുടെ ആണ്ട് നേർച്ച ഇങ്ങനെ വരുമ്പോ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ എൻ്റെ പരിഭവങ്ങൾ പറയാൻ, എൻ്റെ ആവശ്യങ്ങൾ പറയാൻ, എൻ്റെ ദുന്യാവിലെയും ആഖിറത്തിലെയും രക്ഷയുടെ മാർഗങ്ങൾ റഹ്മാനായ റബ്ബിനോട് ചോദിക്കാൻ, അതിനുള്ള മാർഗമായിട്ടാണ് ആണ്ട് നേർച്ചയെ നമ്മൾ ഓരോരുത്തരും കാണുന്നത്. അത് അല്ലാഹുവിനോടുള്ള ചോദ്യത്തിന്റെ ഭാഗമാണ്. ഫല്യസ്തജീബൂലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ, സത്യവിശ്വാസികളായ ആളുകൾ എന്നെ അവർ നന്നായി വിശ്വസിക്കട്ടെ, അവർ നേരായ മാർഗത്തിലേക്ക് വഴി നടത്തപ്പെടാമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് അല്ലാഹു തആല നമ്മളുടെ ദുആക്ക് ഇജാബത്ത് തരാൻ, അത് പരിഗണിക്കാനുള്ള ചില കാരണങ്ങൾ പറയുന്നുണ്ട്. നമ്മളൊക്കെ ദുആ ചെയ്യും നന്നായിട്ട്. ഇനിയുള്ള സമയത്ത് നമുക്കുള്ള ഒരു മാർഗം, രക്ഷപ്പെടാനുള്ള വലിയ ഒരു മാർഗം അതാണ് മുഅ്മിനീങ്ങളെ, അത് മാത്രമാണ്. വാക്സിനേഷൻ ചെയ്യുന്നുണ്ട്, എല്ലാവരും വാക്സിനേഷൻ നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് ശക്തമായിട്ട് നമ്മൾ പരസ്പരം പറയണം. അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം, രജിസ്ട്രേഷനുകൾ നടത്തണം, മറ്റുള്ളവരെ ആ കാര്യം ഓർമ്മപ്പെടുത്തണം. ഗവൺമെന്റ് സംവിധാനത്തിൽ അത് ഏതൊക്കെ രീതിയിൽ എത്രയും വേഗത്തിൽ ഓരോരുത്തർക്കും വാക്സിനേഷൻ ചെയ്ത് അതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ, കോവിഡുമായി ബന്ധപ്പെട്ട പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയോ, നമ്മളത് കർശനമായിട്ട് സ്വീകരിക്കണം. അള്ളാഹിനോട് ദ്വാരക്കുമാണ്. ഞാൻ വാക്സിനേഷൻ എടുത്തു, 2 വാക്സിനേഷനുകളും ഞാൻ എടുത്തു, ഇനി ഞാൻ സേഫാണ്. അത് വാക്സിനേഷൻ എന്ന് മാത്രമല്ല, ഏതു മരുന്നും ഏത് രോഗപ്രതിരോധവും എല്ലാം റബ്ബിന്റെ തീരുമാനമാണല്ലോ. അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും വേണം. റബ്ബ് നമ്മളുടെ ദുആകൾക്ക് ഇജാബത്ത് നൽകാനുള്ള കാരണങ്ങളിൽ ചിലത് മഹാന്മാര് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, അവൻ അള്ളാഹുവിനെ ധാരാളമായി സ്തുതിച്ചിട്ട് വേണം ആ ദുആ ചെയ്യാൻ. അതിൻ്റെ ഒരു ഭാഗമാണ്. അതിനുള്ള വലിയൊരു നമുക്ക് മാതൃക സമ്മാനിക്കുന്ന ഒന്നാണ് ഫാത്തിഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫാത്തിഹയിൽ അള്ളാഹുവിനോട് നമ്മൾ ദ്വാരക്കാണ്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ചോനെ ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് നടത്തണേ. പക്ഷെ ആ ദുആ നമ്മൾ ചെയ്യുന്നതിന്റെ മുമ്പ് അള്ളാഹനെ സ്തുതിക്കുന്നില്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവിനെ വാഴ്ത്തി അവന്റെ മഹത്വങ്ങൾ പറഞ്ഞ് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ സ്തുതിച്ചിട്ടാണ് ആ ദുആയിലേക്ക് ഫാത്തിഹയിൽ ഒരാൾ കടക്കുന്നത്. നിസ്കാരത്തിലും അങ്ങനെ തന്നെയാണ്. നിസ്കാരത്തിൽ ഈ പറയുന്ന എല്ലാ സ്തുതികളും എല്ലാ വാഴ്ത്തലുകളും, റുക്കൂഇലേക്ക് പോയാൽ അവിടെ സുബ്ഹാന റബ്ബിയൽ അളീം, ഇഅ്തിദാലിലേക്ക് വന്നാൽ റബ്ബനാ ലക്കൽ ഹംദ്, സുജൂദിലേക്ക് പോയാൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി, ഒക്കെ അല്ലാഹുവിനെ വാഴ്ത്തുകയാണ്, തസ്ബീഹ് ചൊല്ലുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ദുആകൾ ചെയ്യുന്നത്. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അല്ലാഹുവേ എനിക്ക് പൊറുത്തുതാ, എനിക്ക് ആരോഗ്യം താ, എനിക്ക് നീ റഹ്മത്ത് താ, അല്ലാഹുവേ എനിക്ക് നീ റിസ്ക് താ. നിസ്കാരത്തിലുള്ള ദുആകളുടെ രൂപങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാകും. ഖുനൂത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലേ, ഖുനൂത്ത് ഒരു ദുആയാണ്. അവസാനത്തെ ദുആ ഉണ്ട്,
നിസ്കാരത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് ചോദിക്കാനുള്ളതൊക്കെ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്. ഏത് ചോദ്യമാണെങ്കിലും റബ്ബ് അത് സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ മാനദണ്ഡങ്ങളിൽ ഒന്ന് ആ ദുആ ഹംദോടുകൂടെ തുടങ്ങുക എന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയിപ്പോൾ അതൊന്നും വലിയ സംഗതിയായിട്ട് ഇനിയിപ്പോൾ എന്തൊക്കെ ഞാൻ അള്ളാഹിനെ സ്തുതിക്കും, ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചില ആളുകൾ അത് പിന്നെയും പറയും, ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. നമ്മൾ സാധാരണ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള ദുആകളിൽ ഒരുപാട് ഹംദുകൾ കാണാറുണ്ട്. അപ്പൊ ദുആ ചെയ്യുമ്പോ ആ ദുആകൾക്ക് അല്ലാഹുവിനെ സ്തുതിക്കൽ, മുഅ്മിനീങ്ങളെ, കൂട്ടമായിട്ടുള്ള ദുആ മാത്രമല്ലല്ലോ. നമ്മൾ പലരും വീടുകളിൽ ഒറ്റക്കാണ്, നമ്മളുടെ വീടുകളുടെ അന്തർഭാഗങ്ങളിൽ നമ്മൾ ഒറ്റക്കാണ്, എല്ലാ സ്ഥലങ്ങളിലും പരസ്പരം കണ്ടുമുട്ടിയിരുന്നവരാണ് നമ്മളൊക്കെ. ഏത് യോഗം ഉണ്ടായാലും നാസർ ഫൈസിനെ, അസീസാജിനെ, അബിയിൽ നിന്നും കാണാത്ത യോഗങ്ങളില്ല, സമ്മേളനങ്ങളില്ല, മീറ്റിങ്ങുകൾ കുറവാ. ഇപ്പൊ കാണാറില്ല. അന്വേഷിച്ച് നോക്കിയപ്പോൾ എന്താ, എവിടേക്കും പോവാറില്ല, എപ്പോഴും വീട്ടിൽ തന്നെയാണ്, ഒറ്റക്കാണ് പൊതുവിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അപ്പൊ നമ്മൾ അത് നിർബന്ധമായിട്ടും ആ ഒരു മനസ്സിനെ അങ്ങോട്ട് ഒരുക്കുക എന്നുള്ളതാണ്. അല്ലാതെ കുറേ മൊബൈലിൽ, കുറേ ഫേസ്ബുക്കിൽ, കുറേ വാട്സാപ്പിൽ, എന്താണെങ്കിലും ഒറ്റക്കിരുന്ന് അള്ളാഹിനോട് ദ്വാരക്കാനുള്ള, ചോദിക്കാനുള്ള സമയം നമ്മൾ കാണണം. അതിനുള്ള സന്ദർഭങ്ങൾ മുഅ്മിനീങ്ങളെ നമ്മൾ കണ്ടേ മതിയാവൂ. അത് ദുആ സ്വീകരിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്ന് നേരെ ചെന്നിട്ട് റബ്ബേ എൻ്റെ കാര്യം ശരിയാക്കിത്താ, എൻ്റെ മോൻ്റെ ഗൾഫ് പോക്ക് അങ്ങോട്ട് റെഡിയാക്കിത്താ എന്ന് പറയുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിനെ സ്തുതിക്കണം. രണ്ടാമതായി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുകയും വേണം. ഞാനൊരു ഉദാഹരണം പറയാം. മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി നമ്മൾ മയ്യിത്ത് നിസ്കരിക്കും. മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ സാധാരണ ഏത് നിസ്കാരാണെങ്കിലും അതിലൊന്നുള്ള സംഗതികൾ മയ്യിത്ത് നിസ്കാരത്തിലില്ല. തമാശയിൽ ചോദിക്കേണ്ട, മയ്യിത്ത് നിസ്കാരത്തെ റക്കായത്താന്ന് ചോദിക്കും. 4 റക്കായത്താണെന്ന് ചിലർ മറുപടി പറയുകയും ചെയ്യും. മയ്യിത്ത് നിസ്കാരത്തിൽ റക്കായത്തൊന്നുമില്ല, തക്ബീറാത്തുകളാണ്. തക്ബീറത്തുകൾ, ഒന്നാമത്തെ തക്ബീർ കഴിഞ്ഞാൽ ഫാത്തിഹ ഓതുന്നു, രണ്ടാമത്തെ തക്ബീർ കഴിഞ്ഞാൽ, മൂന്നാമത്തെ തക്ബീർ കഴിഞ്ഞാലാണ് മയ്യിത്തിന് വേണ്ടി ദ്വാരക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അതിനു വേണ്ടിയിട്ടാണ് ശരിക്കും നിസ്കാരം. മരണപ്പെട്ടു പോയ ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആൾക്ക് ചെയ്യാനുള്ള ഒരു ബാധ്യതയുടെ ഭാഗമാണ് അയാൾക്ക് വേണ്ടി ദ്വാരക്കുക എന്നുള്ളത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു നിർബന്ധമാണ്, ഫർള് കിഫായയാണ്. ഒരാളെങ്കിലും ആ മയ്യിത്തിന് വേണ്ടി അത് ചെയ്തേ മതിയാവൂ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കാവല് നൽകണേ തമ്പുരാനെ. ആമീൻ പറയൂ. ഞങ്ങൾക്ക് നീ കാവല് നൽകണേ റഹ്മാനെ. എത്രയോ മുഅ്മിനീങ്ങളായ ആളുകൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയി. മയ്യിത്ത് നിസ്കരിക്കാൻ പോലും കഴിയാതെ, മുഅ്മിനീങ്ങൾക്ക് അവരെ കുളിപ്പിക്കാൻ പോലും കഴിയാതെ, മരണാനന്തര ചടങ്ങുകൾ പോലും നിർവഹിക്കാൻ കഴിയാതെ അവർ ലോകത്തോട് വിട പറഞ്ഞ് അവരെല്ലാവരും മണ്ണിനടിയിലായി പോയി. അല്ലാഹുവേ ഇനി ഞങ്ങളെ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഇപ്പൊ അടുത്ത് ഇന്നലെ മിനിഞ്ഞാന്നെങ്ങാണ്ട് പത്രത്തിൽ കണ്ടു, അതിന് ചെറിയ ഒരു ഇളവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ രക്ഷപ്പെട്ടു എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിൽ നിന്നൊക്കെ നമുക്ക് കാവല് തരണം. അപ്പൊ ആ മയ്യിത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ബാധ്യത, അതിനു വേണ്ടി ദ്വാരക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. ഇത് രസമുള്ള ദ്വായാണത്. ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ ഒന്നും അങ്ങനെ ഒരാൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കൂല. അല്ലാഹുവേ പടച്ചവനെ, എന്താ ദ്വാരക്കണത്? ആ മയ്യിത്തിന് ഇവിടെയുള്ളതിനേക്കാൾ നല്ല അവസ്ഥ നീ കൊടുക്കണേ. വനഖിഹി മിനൽ ഖതായ കമാ യുനഖസ് സൗബുൽ അബ്യളു മിനദ്ദനസ്. നല്ല വെളുത്ത വസ്ത്രം ചെളിയിൽ നിന്ന് ഇങ്ങോട്ട് ശുദ്ധമാക്കൂലേ, അതിൻ്റെ സോപ്പിലോ സോപ്പും പൊടിയിലോ വെള്ളത്തിലോ ഒക്കെ ഇട്ട് ഇങ്ങോട്ട് ശുദ്ധമാക്ക്, അപ്പോൾ നല്ല പ്യൂർ വൈറ്റായി മാറുന്നത് പോലെ ഇയാളെ നീ എല്ലാ പാപക്കറകളിൽ നിന്നും രക്ഷപ്പെടുത്തണേ എന്നാണ് മരിച്ച ആൾക്ക് വേണ്ടി നമുക്കൊക്കെ. അതുകൊണ്ടാണല്ലോ ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കണ സമയത്ത് എല്ലാവരും വന്നിട്ട് അയാൾക്ക് വേണ്ടി ഇങ്ങനെ ദ്വാരക്കുകയാണ്. അതൊരു വലിയ സൗഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ആ മയ്യിത്തിന് വേണ്ടിയുള്ള ദുആ സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ ഒന്ന് എന്താണ്? അതിന് തൊട്ടുമുമ്പ് നമ്മൾ സ്വലാത്ത് ചൊല്ലുകയാണ്. അപ്പൊ ദുആയുടെ വലിയൊരു ബാധ്യതയാണ്. 1 അല്ലാഹുവിനെ സ്തുതിക്കുക, 2
അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ദുആ ചെയ്യാം. പിന്നൊന്നാണ് കൈകൾ അള്ളാഹുവിലേക്ക് ഉയർത്തുക എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തർക്കും ഓരോ മെന്റാലിറ്റിയാണ്. ചിലപ്പോൾ ഒന്നിച്ച് കൂട്ടായിട്ട് ദ്വാരക്കുമ്പോൾ നമ്മളൊക്കെ ഓരോ ലോകത്തായിരിക്കും. പക്ഷേ നമ്മളൊക്കെ കൈകൾ ഉയർത്തണം, അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന. ഒരാളുടെ മുമ്പിൽ നമ്മൾ ആവശ്യം പറയുമ്പോൾ കൈ നീട്ടാൻ വല്ല മടിയുണ്ടാവോ? ആരുടെ മുമ്പിലാണെങ്കിലും. അപ്പൊ കൂട്ടമായിട്ടൊരു പക്ഷെ അശ്രദ്ധയിൽ അതും പാടില്ല. ഒറ്റക്കാവുമ്പോ ഏതായാലും ഹദീസിലൊക്കെ ഇങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകൾ ഉയർത്തിയത് കണ്ടാൽ വലിയ അത്ഭുതമാണ്. ബദറിലൊക്കെ അങ്ങനെയല്ലേ പറയുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹിയുടെ കൈകൾ ഉയർത്തിയിട്ട് അവിടുത്തെ കൈകൾ ഇങ്ങനെ ഉയർന്നുയർന്ന് അവിടുത്തെ മുഖവും ഉയർത്തിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ തലയിലിട്ടിരുന്ന മേൽമുണ്ട് ഇങ്ങനെ താഴോട്ട് ഉതിർന്നു വീണുപോയി എന്നൊക്കെ ഹദീസിൽ കാണാം. വേറെ ചില ഹദീസുകളിൽ കാണാം നബി തിരുമേനി കൈകൾ ഇങ്ങനെ ഉയർത്തുന്നത് കണ്ടിട്ട് ഹബീബായ നബിയുടെ ആ കുപ്പായത്തിന്റെ ഉള്ളിലൂടെ അവിടുത്തെ കക്ഷങ്ങളുടെ വെളുപ്പ് ഞങ്ങൾക്ക് കാണാമായിരുന്നു. അവിടുത്തെ കൈകളുടെ ആ പിൻഭാഗത്തുള്ള വെളുപ്പ് ഞങ്ങൾക്ക് കാണാമായിരുന്നു. അങ്ങനെ കൈകൾ ഉയർത്തുമായിരുന്നു എന്നാ. അപ്പോൾ ഒറ്റക്ക് ദ്വാരക്കാണ്, ആരുമില്ല, ധൈര്യമായിട്ട് ഉയർത്താലോ. അള്ളാഹുവിലേക്ക് അങ്ങോട്ട് കൈകൾ ഉയർത്തുക തന്നെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുപോലെ റബ്ബിനോട് ഒരിക്കലും പടച്ചോനെ നീ എനിക്ക് തന്നില്ലല്ലോ എന്നോ അള്ളാഹിനെ ഒരിക്കലും ഒരു ആക്ഷേപിക്കുന്ന രൂപത്തിലോ പടച്ചോ എന്താണ് ഇന്നെങ്ങനെ പരീക്ഷിക്കണത് എന്നുള്ള രൂപത്തിലോ ഒരിക്കലും ആ ദുആയിലും എന്നല്ല ഒരു ഘട്ടത്തിലൊരു മുഅ്മിനായ മനുഷ്യൻ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഒരാൾക്ക് അള്ളാഹുവിനോട് അയാൾക്ക് ദ്വാരക്കണം എന്നുള്ളതിന് എൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള സമയം അയാൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു അത്യാവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരാൾ തീരുമാനിക്കുകയാണ് എനിക്ക് എൻ്റെ റബ്ബിനോട് കുറച്ച് കാര്യങ്ങൾ ദ്വാരക്കാണ്ട്, അത് വേഗം പള്ളിയിൽ ഉസ്താദിനെ വിളിച്ച് പറഞ്ഞിട്ട് ദ്വാരപ്പിക്കുക എന്നുള്ളതല്ല. അവനാ ദ്വാരക്കണം. എനിക്ക് ആ കാര്യം റബ്ബിനോട് ദ്വാ ചെയ്ത് ശരിയാവണം. രോഗത്തിൻ്റെ കാര്യം, ബുദ്ധിമുട്ടുകളുടെ കാര്യം, കടത്തിൻ്റെ കാര്യം, ഇനി ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മ വന്നു ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യം, പടച്ചോനെ എന്തായിരിക്കും എൻ്റെ കാര്യം. അപ്പോൾ അയാൾക്ക് തോന്നുകയാണ് എന്നാ ഞാനത് അള്ളാഹുവിനോടൊന്ന് ദ്വാരക്കണം. അപ്പോൾ അയാൾ എന്നാ പിടിച്ചോ ദ്വാ എന്ന് പറഞ്ഞിട്ടല്ല, ആ ദുആ സ്വീകരിക്കാനുള്ള സമയം ഏതാണ്? ഏതുപോലെ എന്നറിയാം, ഒരാളെ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അപ്പോയിൻമെന്റ് എടുക്കൂലേ? അയാൾ ചിലപ്പോൾ നമ്മൾ ചില ആളുകളെ പറ്റി പറയും, മൂപ്പരെ കണ്ടാൽ നമ്മൾ പറഞ്ഞ ആ കാര്യം പെട്ടെന്ന് നിറവേറ്റാൻ ഇന്ന മൂഡിൽ ഇരിക്കുമ്പോൾ കാണണം, അങ്ങനെ പറയും. എന്നതുപോലെ അള്ളാഹുവിനുണ്ട് അങ്ങനെയുള്ള അവസ്ഥകൾ. അതിൽ മഹാന്മാര് പറയുന്ന ഒരു കാര്യമാണ് ഏത്? അർദ്ധരാത്രിയുടെ ശേഷമുള്ള സമയത്താണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ചെയ്യുന്നത് എങ്കിൽ ആ ദുആ റബ്ബ് വേഗത്തിൽ സ്വീകരിക്കുന്ന ദുആയായിരിക്കും. അതാണ് യാ മൻ യുജീബു ദുആൽ മുൽതരി ഫിൽ ളുലമി യാ കാശിഫൽ ളുരി വൽ ബൽവാ മഅസ് സഖമി. അതിനൊക്കെ വലിയ ഈമാൻ വേണം മുഅ്മിനീങ്ങളെ, വലിയ ഈമാൻ വേണം. അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയം ആ ദുആ ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അള്ളാഹു ആ ദുആ സ്വീകരിക്കും എന്നാണ് മഹാന്മാര് പറയുന്നത്. അതുപോലെ അസ്തമിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സമയം എന്തായിരുന്നു? ആ സമയത്തിൻ്റെയൊക്കെ പ്രത്യേകത ഒരു കാലത്ത് നമ്മളുടെയൊക്കെ നാടുകളിലുള്ള പള്ളികളിൽ മുഅ്മിനീങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്നൊരു സമയമാണ്. ബാക്കിയുള്ള നിസ്കാരങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ഇഖാമത്ത് കൊടുക്കാനാകുമ്പോഴോ ഒക്കെ ആയിരിക്കും ആളുകൾ വരിക. പക്ഷെ രണ്ട് നേരത്ത്, ഒന്ന് മഗ്രിബിനും ഒന്ന് സുബഹിനും, പണ്ട് ഇപ്പോഴങ്ങനെയാണോ അല്ലേ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. പണ്ട് എല്ലാവരും ഒന്നിച്ചു കൂടും. ദാറുൽ ഹുദയിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്തെ അങ്ങനെയാണ്. CH ഐദറോസ് മുസ്ലിയാർ പറഞ്ഞിരുന്നത് ചുരുങ്ങിയത് 8 മിനിറ്റ് മുമ്പ് എല്ലാ വിദ്യാർത്ഥികളും പള്ളിയിലെത്തണം, എന്നിട്ട് തസ്ബീഹ് ചൊല്ലുക. നല്ലൊരു സമയമാണത്. ആ സമയത്ത് അള്ളാഹിനോട് ചോദിച്ചാൽ കിട്ടും. നമ്മൾ ആ സമയം അറിയാറുണ്ടോ എന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം.
ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് ബാങ്ക് കൊടുത്തു പടച്ചോനെ മഗ്‌രിബ് ഖളാവോ? എൻ്റെ സംസാരം കേൾക്കുന്ന സഹോദരിമാരൊക്കെ ചിന്തിക്കണം. ആ സമയത്തിന് മുമ്പ് പണികളൊക്കെ തീർത്ത് ഏർപ്പാടുകളൊക്കെ തീർത്തിട്ട് കുട്ടികളെയൊക്കെ അകത്ത് കയറ്റണം. ദ്വാരക്കാനുള്ള സമയം പോയിട്ട് മഗ്‌രിബ് ഖളാ നിസ്കരിക്കാൻ തന്നെ സമയമുണ്ടോ എന്നുള്ളതാണ് പലരും ആലോചിക്കണത്. 6:30 അല്ലെങ്കിൽ 7 മണിക്ക് ചെയ്യുന്ന കാര്യം ഒരു 6 മണിയോടെ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന ഒരവസ്ഥ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ഇപ്പോഴൊക്കെ വളരെ വൈകിട്ടാണ് സൂര്യൻ അസ്തമിക്കുന്നത്. ഈ ഒരു സംസാരം കേൾക്കുന്നവരെ, അള്ളാഹുവിന്റെ മുമ്പിൽ കാര്യങ്ങൾ പറയാൻ, റബ്ബിന്റെ മുമ്പിൽ നമുക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ, അള്ളാഹുവേ എന്റെ ആവശ്യം നിന്റെ മുമ്പിൽ ഞാൻ പറയാനിതാ ഈ ഒരു സമയം തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ കൂട്ടുകാരൻ രോഗിയാണല്ലാ, ആ രോഗത്തിന്റെ വിഷയം നിന്നോട് പറയാൻ ഞാനിതാ പ്രത്യേകമായി നിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്ത് നിന്നോട് ഞാൻ പറയുന്നു. ഞാനിതാ മഗ്‌രിബിന്റെ മുമ്പ് സൂര്യൻ അസ്തമിക്കുന്ന ഈ സമയത്ത് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ആ കാര്യം ആവശ്യപ്പെട്ടാൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കുമെന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്ന സമയത്തിന് മുമ്പുള്ള സമയവും അങ്ങനെ തന്നെയാണ്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള സമയവും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള സമയവും, ഈ 2 സമയത്തിന്റെയും പ്രത്യേകത, അള്ളാഹുവിന്റെ ചില മലക്കുകൾ ഭൂമിയിലേക്ക് വരികയും ചില മലക്കുകൾ ഭൂമിയിൽ നിന്ന് പോവുകയും ചെയ്യുന്ന സമയമാണെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. വേറെ ചില സമയങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ആലോചിക്കുക. ഉദാഹരണമായിട്ട് ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിലുള്ള സമയത്ത് ദ്വാരുന്നാൽ ഇജാബത്ത് കിട്ടുന്നതാണ്. അതിന് പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല. നിസ്കാരത്തിന്റെ സമയമായി, നമ്മൾ ബാങ്ക് കൊടുത്തു. ഉദാഹരണം, ഇതൊന്നും എപ്പോഴും നമുക്ക് സാധ്യമായിക്കൊള്ളുന്നില്ല. എന്നാലും സാധ്യമാകുന്ന ഒരു പക്ഷേ നമ്മളുടെ ഈ വാഴ് കേട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഉപദേശം സ്വീകരിച്ചിട്ട് ഒരു ഇടക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു നോക്കണം. നമ്മൾ ബാങ്ക് കൊടുത്തു, കുറച്ച് സമയം ഇഖാമത്തിന് വേണ്ടി തയ്യാറാകുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ആ കാര്യം പറഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് സമയങ്ങൾ നമ്മൾ ദുആക്ക് വേണ്ടി ചെലവഴിക്കണം. ആവശ്യങ്ങൾ തീർത്തു തരാൻ കഴിയുന്നവനായ അള്ളാഹുവിന്റെ മുമ്പിൽ ഏത് വിഷയങ്ങളും പറയാനുള്ള ഒരു മാനസികമായ അടുപ്പം ഒരു മുഅ്മിനായ മനുഷ്യന് റഹ്മാനായ റബ്ബിനോടുണ്ടാകണം. അതേതാവശ്യമാണെങ്കിലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിക്കഴിഞ്ഞാൽ അതുപോലും ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ പറയണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. മൻ കാനത് ലഹു ഹാജത്തുൻ ഇലല്ലാഹ്, മൻ കാനത് ലഹു ഹാജത്തൻ ഇലല്ലാഹ്, ഒരാൾക്ക് അല്ലാഹുവിലേക്ക് ഒരാവശ്യമുണ്ടായാൽ, ഔ ഇലാ അഹദിൻ മിൻ ബനീ ആദം, അതല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യനിൽ നിന്ന് ഒരാവശ്യം നിറവേറ്റപ്പെടണം എന്നൊരാൾ കരുതുന്നുവെങ്കിൽ, 2 കാര്യം ഇവിടെ പറഞ്ഞത്. ഒന്ന്, അത് അയാൾക്ക് അള്ളാഹുവിൽ നിന്നേ കിട്ടുള്ളൂ. രോഗം മാറുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭൗതികമായ സൗകര്യങ്ങൾ ഉണ്ടാവുക, ഇത് അള്ളാഹുവിൽ നിന്നേ കിട്ടുള്ളൂ. വേറെ അതിൻ്റെ ഇടയിലൊരു വസീലകളൊന്നും ഒരുപക്ഷെ അങ്ങനെ പ്രത്യക്ഷത്തിൽ ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ഒരാളിൽ നിന്നവന് വല്ലതും കിട്ടണം. ഒരു വ്യക്തി അയാളുടെ, ഉദാഹരണമായിട്ട് അയാളുടെ മുതലാളിയിൽ നിന്ന് അയാൾക്കൊരു ആനുകൂല്യം കിട്ടണം, ജോലിയിൽ ഒരു പ്രമോഷൻ കിട്ടണം. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശ്യം, ഒരു ലക്ഷ്യം അയാൾക്കുണ്ടായാൽ അവൻ വുളൂ ചെയ്യട്ടെ. അതിനുള്ളൊരു മാർഗം, ആ ദുആക്കുള്ളൊരു രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഫല്യതവല്ല, എങ്ങനെ വുളൂ ചെയ്യട്ടെ? വൽയുഹ്സിനിൽ വുളൂഅ, അവനവന്റെ വുളൂഇനെ നന്നായി ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ആ വുളൂഇന്റെ എല്ലാ സുന്നത്തുകളും പരിഗണിച്ചുകൊണ്ടവൻ ചെയ്യട്ടെ. വുളൂ എന്ന് പറഞ്ഞാൽ പല രൂപത്തിൽ ചെയ്യാൻ. ഒരൊറ്റയടിക്ക് ഒരു മിനിറ്റായിട്ട് ഒരാൾക്ക് വുളൂ ചെയ്യാം, 2 മിനിറ്റായിട്ട് ഒരാൾക്ക് വുളൂ ചെയ്യാം. സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൈ കയറ്റി കഴുകാനുള്ളത് അങ്ങനെ ചെയ്ത് തലയൊക്കെ മുഴുവൻ തടവിട്ട് അങ്ങനെ അവൻ വുളൂ ചെയ്യട്ടെ.
എന്നിട്ടവൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ. ആ 2 റക്അത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള നിസ്കാരമാണ്. ഞാൻ ആ നിസ്കാരത്തിന്റെ രൂപത്തിലേക്ക് കടക്കുന്നില്ല. നിസ്കാരം കഴിഞ്ഞ ശേഷം അവൻ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. എന്നിട്ടവൻ ഹബീബായ നബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലട്ടെ. എന്നിട്ടവൻ പറയട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അദീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്അലുക മൂജിബാതി റഹ്മതിക വഅസായിമ മഗ്ഫിറതിക വൽ ഗനീമത മിൻ കുല്ലി ബിർ വസ്സലാമത മിൻ കുല്ലി ഇസ്മ എന്ന് പറഞ്ഞിട്ടവൻ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ അവന്റെ ആവശ്യം പറയട്ടെ. ഇങ്ങനെ ചെയ്താൽ അള്ളാഹു അവന്റെ ആ ആവശ്യം നിറവേറ്റി കൊടുക്കുമെന്നാണ് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ 1-2 കാര്യങ്ങളും കൂടെ സൂചിപ്പിക്കുകയാണ്. മഴ പെയ്യുന്ന സമയത്ത് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദുആക്ക് ഉത്തരം കിട്ടുന്നതാണ്. നല്ല മഴ പുതച്ചു മൂടി അങ്ങ് കിടക്കുക എന്നുള്ളതല്ല. മഹാന്മാര് പറയുന്നുണ്ട്, നന്നായി മഴ പെയ്യുമ്പോൾ ലിഅന്ന അബ്വാബസ് സമാവാതി തകൂനു മഫ്തൂഹ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടതാണ്. മഴയെക്കുറിച്ച് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതൊക്കെ അള്ളാഹിന്റെ റഹ്മത്തിനെ അല്ലാഹു തആല വർഷിപ്പിക്കുന്നു എന്നാണ്. മഴയെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് ഹദീസുകൾ, ഒരുപാട് ആയത്തുകളിൽ അത് കാണാൻ കഴിയും. അള്ളാഹു മേഘങ്ങളങ്ങനെ കാറ്റുകളിലൂടെ വഹിച്ചു കൊണ്ടുപോയിട്ട് അവന്റെ റഹ്മത്ത് തന്നെയല്ലേ. എന്റെ കാര്യം മഴ ഇല്ലാതായി നോക്കണം, പിന്നെ ഒന്നും ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല. അള്ളാഹു പറയുന്നുണ്ട് ഭക്ഷണം ആകാശലോകത്ത് നിന്നാണ് ഇറങ്ങണത്. അതിന്റെ മറുപടി ചില ആൾക്കാരെ പറ്റി പറയും, ആകാശലോകത്ത് നിന്നാണെങ്കിൽ അല്ലല്ലോ, ഭൂമിയിൽ നിന്നല്ലേ ഭക്ഷണം ഉള്ളത്. ഈ ഭൂമിയിൽ ഭക്ഷണം ഉണ്ടാവണമെങ്കിൽ ആകാശലോകത്ത് നിന്ന് മഴ പെയ്യണം എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. റിസ്ക് ആകാശത്തു നിന്നാണ് ഇറങ്ങണമെന്ന് പറയും. അപ്പോ ആ മഴ അങ്ങില്ലാതെ, മഴ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റഹ്മത്താണ്. ആ റഹ്മത്ത് പടച്ചവൻ ഇങ്ങനെ തരുമ്പോ എന്നും ഒരുപക്ഷെ ഇത് ഓർമ്മ ഉണ്ടായിക്കോണമെന്നില്ല, പക്ഷെ ഈ വഴല് കേട്ടാലെങ്കിലും നല്ലൊരു മഴ പെയ്യുമ്പോൾ പടച്ചവൻ ഇത് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണല്ലോ, എനിക്ക് ഉത്തരം തരണേന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ദ്വാരുന്നാൽ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരും. മഹാന്മാര് പറയുന്ന കാര്യമാണ്, അദ്ദുആഉ ഫിശ്ശിദ്ദതി വൽ മറളി മിനൽ ഔഖാത്തിൽ ഹാമ്മതി ഫീ ഇജാബത്തി ദുആ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രോഗം ശിഫയാക്കാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരോട് ദ്വാരക്കാൻ പറയും, പക്ഷേ ആ രോഗിയും കൂടെ മനസ്സിലാക്കണം, എൻ്റെ രോഗാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് ഉത്തരം തരാൻ ഏറ്റവും അടുത്ത സമയമാണ്. സാധാരണ രോഗികളുടെ അടുക്ക് പോയിട്ട് നമ്മൾ ദ്വാരക്കും, ആ രോഗികളോട് നമ്മൾ അങ്ങോട്ടും ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്യും. എന്തേ കാര്യം എന്നറിയോ? രോഗമായി കിടക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ കാവലിലാണ്. നിങ്ങൾ ഒരിക്കലും രോഗികളെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ വേണ്ടി നിർബന്ധിക്കരുത്. ഹദീസിൽ കാണാം, എന്തുകൊണ്ടെന്നാൽ അവനെ അള്ളാഹു വെള്ളം കുടിപ്പിക്കുകയും അള്ളാഹു അവനെ ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു രോഗിക്ക് അള്ളാഹിന്റെ വലിയ കാവലുണ്ടാവും. ആ നിലക്ക് അയാൾക്ക് വേണ്ട കുറേ സൗകര്യങ്ങൾ അള്ളാഹു തആല ചെയ്തു കൊടുക്കുന്നുണ്ടാവും. അവൻ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു നിയന്ത്രണത്തിലും നോട്ടത്തിലുമാണ്. എത്ര ആൾക്കാരുണ്ട്, നമ്മളൊക്കെ കിലോ കണക്കിന് ഓരോ ദിവസവും ഭക്ഷണം കഴിക്കണത്. രോഗിയായി കിടക്കണ ഒരാൾ ഒരു പക്ഷേ ഒരു തുള്ളി വെള്ളം അതെന്നെ വായിലൂടെ കഴിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള വലിയ പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മനസ്സൊക്കെ ഒന്ന് പതറിപ്പോകുമ്പോൾ അള്ളാഹുവിലേക്കുള്ള ഒരു ബന്ധം ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ദുആ അള്ളാഹു സ്വീകരിക്കും. പക്ഷെ അവിടെ എവിടെ പ്രശ്നം എന്നറിയോ? ആ സമയത്ത് ഇത് റബ്ബിനോട് പറയണം എന്നുള്ള ആ ഒരു കൽബ് നമുക്ക് വരിക എന്നുള്ളതാണ്. അതും പ്രശ്നമാണ്. ഞാൻ ഇങ്ങനെ രക്ഷപ്പെടും, എൻ്റെ കാര്യം കഴിഞ്ഞോ. അതിനപ്പുറം എൻ്റെ റബ്ബ് ഇനി എന്നെ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ ഈമാനോടെ തഖ്വയോടെ ആ ഒരു മനസ്സോടുകൂടെ കിടക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമല്ല. പിന്നെ നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ മരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള ആലോചനയായിരിക്കും ഉണ്ടാവും. പക്ഷെ മുഅ്മിനീങ്ങളായ ആളുകൾ അതിനുവേണ്ടി ഇങ്ങനെ തയ്യാറായിരിക്കുകയാണെന്ന് തോന്നിപ്പോകും. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, കഠിനമായ രോഗം അനുഭവിക്കുന്ന ഒരാൾ ആ രോഗത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കുമെന്നാണ് മഹാന്മാര് നമ്മെ അറിയിച്ചിട്ടുള്ള കാര്യം. മറ്റൊന്നാണ് മദ്ലൂമായിരിക്കുന്ന ആളുടെ ദുആ.
മദ്ലൂമായിരിക്കുന്ന ആളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. അത് ലാലിമിനെതിരെ മാത്രമല്ല, ലാലിമിനെതിരെ ഏതായാലും സ്വീകരിക്കും. ലാലിമിനെതിരെ ഏതായാലും സ്വീകരിക്കും. മദ്ലൂമായിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ അള്ളാഹുവിനോട് പറയുന്ന കാര്യങ്ങൾ റബ്ബ് സ്വീകരിക്കും. കാരണം അവരുടെ മനസ്സിൽ കിബ്റുണ്ടാവൂല, അഹങ്കാരം ഉണ്ടാവൂല. ഭരണാധികാരികളിൽ നിന്ന് അതിക്രമേൽക്കുന്ന ആളുകൾ, നിയമങ്ങൾ കൊണ്ട് അതിക്രമേൽക്കുന്ന ആളുകൾ, നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. അള്ളാഹുവിന്റെയും അവരുടെയും ഇടയിൽ യാതൊരു മറയുമേ ഇല്ല. അള്ളാഹു ആ ദുആ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് മാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ ദുആകളെ അല്ലാഹു തമ്പുരാൻ വാനലോകത്തേക്ക് ഉയർത്തുന്നതാണ്. മേഘങ്ങൾക്കിടയിലൂടെ ആ ദുആകൾ അല്ലാഹുവിലേക്ക് ചൊല്ലുന്നതാണ്. അതൊക്കെ നമ്മൾ ആലോചിക്കുക. മദ്ലൂമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ആ ദുൽമുന്ന് രക്ഷപ്പെടാൻ മാത്രമല്ല ശ്രമിക്കേണ്ടത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അതാണ് ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, ഞാൻ നീതി നിഷേധിക്കപ്പെട്ട ആളാണ്, ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി നേരിടുന്ന സമയമാണ്. അപ്പൊ നമ്മൾ വേഗം എന്താ ചെയ്യുക? അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ആലോചിക്കും. അത് വേണ്ടെന്നല്ല, അതോടൊപ്പം നമുക്ക് ആ സമയത്ത് റബ്ബ് തരുന്ന ഒരു ആനുകൂല്യമാണ് എന്ത്? അള്ളാഹു നമ്മുടെ ആ ദുആകൾ ആ സമയത്ത് അവനോട് ചോദിക്കണ കാര്യങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമെന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഈ സമയത്തുള്ള ഒരു പ്രത്യേകമായ ദുആയാണ്, ദുആഉൽ ഹാജി അവിൽ മുഅ്തമിർ. ഹജ്ജ് ചെയ്യുന്ന ആളുടെയും ഉംറ ചെയ്യുന്ന ആളുടെയും ദുആകൾ അല്ലാഹു വേഗത്തിൽ സ്വീകരിക്കുന്നതാണ്. ഒന്നും രണ്ടും അല്ല, ലക്ഷക്കണക്കിന് ആളുകൾ എത്രയോ കാലം ആ ദുആകൾ കൊണ്ടാണ് ലോകം കഴിഞ്ഞു പോയത്. ആ ദുആകളിലൂടെയാണ് നമ്മളുടെ സമൂഹം മുന്നോട്ട് പോയത്. ആ ദുആകളിലൂടെയാണ് അക്രമികൾ തകർന്നു വീണത്. ആ ദുആകളിലൂടെയാണ് ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടത്. അതോടൊപ്പം പ്രത്യേകമായി അല്ലാഹു ദുആ സ്വീകരിക്കുന്ന ഒന്നാണ്. റഹ്മാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു പ്രത്യേകമായ കാര്യം, മറ്റൊരാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുന്ന ഹദീസിൽ കാണാം. കൂട്ടുകാരന് വേണ്ടി ദുആരക്കുക, നിസ്കരിക്കും, ശേഷം ദുആരക്കും. സ്വന്തം കൂട്ടുകാരനുണ്ടാവും, സ്നേഹിതനുണ്ടാവും, അവൻ്റെ സന്തോഷത്തിന്, സമാധാനത്തിന്, കുടുംബജീവിതത്തിലെ റാഹത്തിന്, അവൻ്റെ കച്ചവടങ്ങളിൽ ബറക്കത്തുണ്ടാവാന് പ്രത്യേകമായിട്ട് ദുആരക്കുക. അതല്ല, പൊതുവായിട്ട് ദുആരക്കുക. ഒരു കാര്യം വ്യക്തമാണ്, ആ ദുആ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുന്ന ദുആയാണ്. അതൊക്കെ പരസ്പരമുള്ള ബന്ധങ്ങളുടെയും ബാധ്യതകളുടെയും കൂടെ ഒരു കാര്യമാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന് സാധാരണ എങ്ങനെയാണ്? ഒരാളോട് പൈസ ചോദിക്കുകയാണെങ്കിൽ അയാൾ തരുമോ? കടം ചോദിക്കുകയാണെങ്കിൽ അത് കിട്ടുമോ? റബ്ബിനോട് ഞാനൊരു കാര്യം ചോദിക്കുമ്പോ വഅൻതും മൂഖിനൂന ലിൽ ഇജാബ, എന്റെ റബ്ബിന്റെ മുമ്പിൽ എന്റെ വീടിന്റെ അകത്തളത്തിലിരുന്ന് ഞാനിതാ എന്റെ നാഥനോട് ഈ കാര്യം തേടുന്നു, കൈകൾ ഉയർത്തി ഞാൻ എന്റെ റബ്ബിനോട് തേടുന്നു, എന്റെ റബ്ബെനിക്കത് നൽകുക തന്നെ ചെയ്യുമെന്ന ദൃഢവിശ്വാസത്തോടെയാണ് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത് എന്ന് ആദരവായ സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. അതല്ലേ മഹദിയായ സയ്യിദത്തുന ആസിയ റളിയല്ലാഹു അൻഹ ദുആ ചെയ്യുകയുണ്ടായത്. ആസിയ ബീവിയൊക്കെ ആ സമയത്ത് ദുആരക്കാൻ കാണിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്, ഒരു മദ്ലൂമായ ആളാണ്. അതിന് രക്ഷപ്പെടാനല്ല ആലോചിക്കുന്നത്. വളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത ഫിർഔൻ, ഫറോവയുടെ ഭാര്യയായ ആസിയ ബീവിയെയാണ് അല്ലാഹു തമ്പുരാൻ എല്ലാ സത്യവിശ്വാസികൾക്കും മാതൃകയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, അവര് പറഞ്ഞ സന്ദർഭം, അല്ലാഹുവേ നിന്റെ സ്വർഗത്തിൽ എനിക്ക് നീ ഒരു വീട് പണിതു തരണമേ. റബ്ബി ഇബ്നി ലീ
ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമൽ വനജ്ജിനി മിൻ ഫിർഔൻ. അല്ലാഹുവേ, ഫറോവയിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ. ഈ ഫറോവയിൽ നിന്ന്, അവന്റെ കുൽസിത പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേ. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, ഈ അതിക്രമികളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണേ. ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ അല്ലാഹു തആല സ്വർഗ്ഗം അങ്ങോട്ട് കാണിച്ചു കൊടുത്ത ആ ദുആക്ക് അപ്പോഴേ അങ്ങോട്ട് ഉത്തരം നൽകിയെന്ന. അള്ളാഹിനോട് ദ്വാരക്കുമ്പോ ഉറപ്പിച്ചിട്ട്, ഞാൻ മരണപ്പെടുകയാണ്, എനിക്കിനി ഈ ദുന്യാവിലൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് എന്താണ്? സ്വർഗത്തിലൊരു വീടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ദഅവതു ദിന്നൂൻ ഇദ് ഹുവ ഫീ ബത്നിൽ ഹൂത്. മത്സ്യത്തിന്റെ വയറ്റിൽ യൂനുസ് നബി അലൈഹിസ്സലാം കിടക്കുമ്പോ മഹാനവറുകൾ അല്ലാഹുവിനോട് ചെയ്ത ഒരു ദുആയുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദുആ ഫഇന്നഹു ലം യദഅ ബിഹാ മുസ്ലിമുൻ റബ്ബഹു. ഒരു മുസ്ലിമായ മനുഷ്യൻ ഈ ദുആ അല്ലാഹുവിനോട് ചെയ്താൽ, ഫീ ഷൈഇൻ ഖത്തു, ഏതെങ്കിലും ഒരു കാര്യത്തിൽ അയാൾ ചെയ്താൽ, ഇപ്പോൾ മത്സ്യത്തിന്റെ വയറ്റിൽ പെടുക എന്നുള്ളത് ഒരു പിന്നെന്താണ്, ഒരു പ്രതീകമാണ്. നമ്മൾ മത്സ്യത്തിന്റെ വയറ്റിൽ പെടുകയാണ്, നമ്മളെ മത്സ്യം വിഴുങ്ങി എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ആ രൂപത്തിൽ ഒരു രക്ഷക്കൊരു വഴിയില്ല. നമ്മളൊരു പ്രശ്നത്തിൽ പെട്ടു, ഒരു കേസിൽ നമ്മൾ ഉൾപ്പെട്ടു, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ അറിയാതെ അതിൻ്റെ പ്രതികളായിട്ട് മാറി. വികൃതി കാണിച്ചിട്ടല്ല, പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ല, അങ്ങനെ ചിലപ്പോൾ ചില അപകടങ്ങളിൽ പെടുമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാവും. വാഹനത്തിൽ ഇങ്ങനെ പോകുകയാണ്, ഒറ്റക്ക് ഡ്രൈവ് ചെയ്ത് പോകുകയാണ്, ഏതെങ്കിലും ഒരു കുഴി ചാടി, അവിടെ ആരുമില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ അപ്പൊ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ പെടുന്ന ഒരു അവസ്ഥയാവും. ആ സമയത്തുള്ള ദുആയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ യൂനുസ് നബി അലൈഹിസ്സലാം എങ്ങാനും ദുആ ചെയ്ത ആ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അത് മക്റൂബിന്റെ ദുആയാണ്. അത് ചെയ്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്നതാണ്. റഹ്മാനായ റബ്ബിനോട് യൂനുസ് നബി എങ്ങാനും അങ്ങനെ ദുആ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മഹാൻ മത്സ്യത്തിന്റെ വയറ്റിലാകുമായിരുന്നെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഭയങ്കര ദുആന്റെ ആളായിരുന്നു എന്നാ. അപ്പൊ നമ്മളടക്ക് ചിന്തിക്കും, ഞാൻ ഇപ്പൊ എന്തിനാ ദുആ ഇറക്കണത്, നിസ്കരിക്കണ്ടല്ലോ, അത് പോട്ടെ. റസൂല് ഭയങ്കര ദുആ എന്നും പറഞ്ഞാ പോരാ, നബിയെ പോലെ ദുആ ചെയ്യുന്ന വേറൊരാൾ ലോകത്തുണ്ടായിട്ടില്ല. ദുന്യാവില് മാത്രമല്ലല്ലോ ദുആ, ദുന്യാവിൽ തന്നെ എത്രയെത്ര ദുആയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. പടച്ചോനെ, നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് ഞാൻ സഹായം തേടുന്നതാണ്, എന്റെ കാര്യമൊക്കെ നീ എളുപ്പമാക്കിത്താ. വലാ തകിൽനി ഇലാ നഫ്സി ത്വറഫത ഐൻ. എന്റെ കാര്യത്തെ ഒന്നും നീ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ, എല്ലാം നീ തന്നെ ഏറ്റെടുക്ക് റബ്ബേ. ഞാനത് വിശദീകരിക്കല്ല, നമ്മൾ നബിയുടെ ദുആകൾ നന്നായിട്ട് പഠിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി എല്ലാ കാര്യത്തിലും നല്ല ദുആകൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഹദീസുകളിലുണ്ട്, എല്ലാ ദുആകളും. അല്ലാഹ് ഇസ്തിആദത്തിന്റെ കാര്യമാണെങ്കിൽ, അതായത് കാവൽ തേടുന്ന കാര്യമാണെങ്കിലും, അത് എന്തെന്നൊക്കെ കാവൽ തേടണം. നബിയുടെ ദുആകളിലുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. നബിയുടെ ദുആയാണ്. വനഊദു ബിക മിനൽ അജ്സി വൽ കസൽ. പടച്ചോനെ, നിന്നോട് ഞാൻ സങ്കടത്തിൽ നിന്ന് കാവൽ തേടുന്നു, ദുഃഖത്തിൽ നിന്ന് കാവൽ തേടുന്നു, നിന്നോട് ഞാൻ മടിയിൽ നിന്ന് കാവൽ തേടുന്നു. ഭയങ്കര മടി ഈ കാലത്തൊക്കെ നന്നായിട്ട് ദ്വാരക്കണ്ടെന്നാണത്. വനഊദു ബിക മിനൽ അജ്സി വൽ കസൽ. ഭയങ്കര മടി, നിസ്കരിക്കാൻ മടി, ജുമാക്ക് പോകാൻ മടി, എല്ലാറ്റിനും മടി. അതൊരു പ്രശ്നമായി മാറും. അള്ളാഹിനോട് ജോലിക്ക് പോകാൻ മടി, കാവൽ തേടുക. അജ്സ്, അശക്തത, അതായത് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക, അതിനുള്ളൊരു കഴിവില്ലാതിരിക്കുക, കാവൽ തേടേണ്ട സംഗതികളാണ്. എത്ര കാവൽ തേടലാണ്, എന്തൊക്കെ ചോദിക്കലാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടും നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടുമൊക്കെ വലിയ ദുആകൾ നടത്തിയിരുന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല. ഒരുപാട് പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനകൾ ഞാനത് ഒഴിവാക്കുകയാണ്.
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരുപാട് സംഗതികളെ കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് വളരെ ഗൗരവത്തോടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ദുആകളെ പരിപൂർണമായും സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആനിൽ രസകരമായ പല അനുഭവങ്ങളുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട സയ്യിദുന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലടക്കപ്പെട്ടിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സംഭവം പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ഉജ്ജ്വലമായ പാഠങ്ങളാണ് സയ്യിദുന യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സംഭവം. യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലടക്കപ്പെട്ടു. ജയിലില് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ 2 ആളുകൾ അടക്കപ്പെട്ടു, 2 ചെറുപ്പക്കാരടക്കപ്പെട്ടു. അങ്ങനെ ഖുർആൻ അത് പറയുന്നുണ്ട്, വദഖല മഅഹു സിജ്ന ഫതയാൻ. 2 യുവാക്കൾ യൂസുഫ് നബിയോട് കൂടെ ജയിലടക്കപ്പെട്ടു. ഖാല അഹദുഹുമാ ഇന്നി അറാനി അഅസിറു ഖംറ. അതിലെ ഒന്നാമത്തെ ആള് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പറയാൻ, ഞാനൊരു സ്വപ്നം കണ്ടു യൂസുഫേ. എന്താ സ്വപ്നം? ഞാനിങ്ങനെ എൻ്റെ അടുക്കൽ രാജാവ് ഇരിക്കുന്നുണ്ട്. രാജാവിന് ഞാനിങ്ങനെ മുന്തിരി എടുത്തിട്ട് അതിൽ നിന്ന് കള്ളൊക്കെ ഉണ്ടാക്കി രാജാവിന് അതിങ്ങനെ പിഴിഞ്ഞു കൊടുക്കുന്നതാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. വഖാലൽ ആഖറു ഇന്നി അറാനി അഹ്മിലു ഫൗഖ റഅസി ഖുബ്സ തഅകുലു ത്വയ്റു മിൻ. ഞാൻ കണ്ട സ്വപ്നം, ഞാൻ ഇങ്ങനെ ഒരു കൊട്ടയും ചുമന്ന് നടക്കുകയാണ്. ആ കൊട്ടയിൽ നിറയെ റൊട്ടികളുണ്ട്. ആ റൊട്ടിയിൽ നിന്ന് പക്ഷികൾ ഇങ്ങനെ കൊത്തിപ്പറിക്കുന്നുണ്ട്. അതാ ഞാൻ കണ്ട സ്വപ്നം. എന്നിട്ട് പറയാണ്, നബ്ബിനാ ബിതഅ്വീലി ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. ഞങ്ങൾക്ക് ആ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണ്, അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് പറഞ്ഞു തന്നാലും താങ്കൾ ഒരു നല്ല ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാം അവരോട് ഒരുപാട് സംസാരിച്ചു. നിങ്ങൾക്ക് ഞാൻ എത്രയും വേഗം അതിൻ്റെ വ്യാഖ്യാനമൊക്കെ പറഞ്ഞു തരാം. എനിക്കത് അള്ളാഹ് പഠിപ്പിച്ചു തന്നതാണ്. അള്ളാഹു ഭയങ്കരാണ് കേട്ടോ, പിന്നെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ അവരോട് പിന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവസാനം അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. ഖുർആൻ പറയുന്നുണ്ട്, യാ സാഹിബൈ സിജ്നി അമ്മാ അഹദുകുമാ ഫയസ്ഖി റബ്ബഹു ഖംറ. ഒന്നാമത്തെ ആളോട് പറയാണ്, നിങ്ങൾ വീണ്ടും രാജാവിന്റെ സേവകനായി അവരോധിക്കപ്പെടും. നിങ്ങൾ രാജാവിന് ഭക്ഷണം കൊടുക്കുന്ന ആളായിട്ട് നിങ്ങൾക്ക് വീണ്ടും ജോലി കിട്ടും. വ അമ്മൽ ആഖർ, രണ്ടാമത്തെ ആളോട് പറഞ്ഞു, നിങ്ങൾ ഫയുസ്ലബു ഫതകുലു ത്വയ്റു മിൻ റഅസി, നിങ്ങൾ കുരിശിലേറ്റപ്പെടുകയും നിങ്ങളുടെ തലയിൽ നിന്ന് പക്ഷികൾ ഇങ്ങനെ മാംസം കുത്തിപ്പറിക്കുകയും ചെയ്യും. ഖുളിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാൻ, നിങ്ങൾ എന്നോട് ചോദിച്ച ആ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ അവരോട് അങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നെ പറയാണ്, അതായത് യൂസുഫ് നബി നിരപരാധിയാണ്, ജയിലടക്കപ്പെട്ട ആളാണ്, അള്ളാഹുവിനോട് പറയാൻ എല്ലാ കൊണ്ടും അർഹനായ ആളാണ്. പക്ഷെ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞൊരു കാര്യമുണ്ട്, വഖാല ലില്ലദീ ളന്ന അന്നഹു നാജിം മിൻഹു മദ്കുർനി ഇൻദ റബ്ബിക്. പറയാണ്, രക്ഷപ്പെടും, രാജാവിന്റെ സേവകനായി മാറുമെന്ന് ഉറപ്പുള്ളയാളോട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറയാണ്, അല്ലയോ രക്ഷപ്പെടുമെന്നുള്ള ഒന്നാമത്തെ ആളോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ യജമാനനായ രാജാവിന്റെ അടുക്കൽ ചെന്നാൽ നിങ്ങൾ എന്നെ ഓർക്കണേ. പറയാണ്, മനസ്സിലായില്ല? നിങ്ങൾ രക്ഷപ്പെടുമല്ലോ, അപ്പൊ രാജാവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നിങ്ങൾ പറയണം, എന്ത്, ഇവിടെ അങ്ങനെ ഒരു പാവം മനുഷ്യ ഇവിടെ ജയിലിൽ കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. പക്ഷെ എന്താ ഉണ്ടായത്? ഉണ്ടായത് അതാണ്, ഇയാള് രക്ഷപ്പെട്ടു.
തൻ്റെ യജമാനനായ രാജാവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ യൂസുഫ് നബിയുടെ കാര്യം അള്ളാഹു ഇയാളെ അങ്ങോട്ട് മറപ്പിച്ചു കളഞ്ഞു. യൂസുഫ് നബി അലൈഹി സ്വലാം പിന്നെയും വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ കഴിയും എന്തുകൊണ്ട് അള്ളാഹു തആല നിരപരാധിയായ യൂസുഫ് നബി അലൈഹി സ്വലാമിന് രക്ഷപ്പെടാനുള്ള അവസരമൊക്കെ ഉണ്ടായിട്ടും മദ്ലൂമായിട്ടും ജയിലിൽ കിടത്തി. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പോലത്തെ ഒരാള് അയാളോട് പറഞ്ഞു, എന്ത്, നിങ്ങൾ രാജാവിന്റെ അടുക്ക പോകുമ്പോൾ നിങ്ങൾ ഇന്നെ പറ്റി പറയണേന്ന്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് പറയേണ്ട ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹു തആല യൂസുഫ് നബി അലൈഹി സ്വലാം എന്ന ഉന്നതനായ മനുഷ്യനായതുകൊണ്ട്, ഒരുപക്ഷെ നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ ഇതൊക്കെ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിലും യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പോലത്തെ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരവസ്ഥയാണിത്. എന്നാലോ അള്ളാഹു തമ്പുരാൻ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയ ഒട്ടനേകം അവസ്ഥകളുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, റബ്ബിനോട് പറയുകയല്ലാതെ മോചനത്തിന് നമ്മുടെ മുമ്പിൽ മാർഗങ്ങളൊന്നുമില്ല. നമ്മൾ രക്ഷയുടെ വഴികൾ തേടുമ്പോൾ അതിലെ ഒന്നാം സ്ഥാനമായിട്ട് നമ്മൾ കാണേണ്ടത് അള്ളാഹു ഉണ്ടല്ലോ, കരീബായ അള്ളാഹു, റഹ്മാനായ അള്ളാഹു, തേട്ടങ്ങൾക്കുത്തരം നൽകുന്നവനായ അള്ളാഹു, ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും പിറന്നു വീഴണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന അള്ളാഹു, എല്ലാം അറിയുന്നവനായ, കേൾക്കുന്നവനായ, എല്ലാ സങ്കടങ്ങളും തീർക്കുന്നവനായ അള്ളാഹുവിനോട് ആ കാര്യം പറയുക, നിമിഷങ്ങളിൽ പറയുക, ഓരോ സമയങ്ങളിലും പറയുക, ഒറ്റക്കിരുന്ന് പറയുക, കൂട്ടമായി പറയുക, വീടുകളുടെ അകത്തളങ്ങളിൽ നിന്ന് പറയുക, പള്ളികളുടെ തുറക്കപ്പെടാത്ത പള്ളികളെ ഓർത്തുകൊണ്ട് പറയുക, നിസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് പറയുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് സങ്കടങ്ങളുടെ, പരിവേദനങ്ങളുടെ, നമ്മളുടെ ബുദ്ധിമുട്ടുകളുടെ എല്ലാ കെട്ടുപാണ്ഡങ്ങളും റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ഇറക്കി വെക്കുക. അല്ലാഹു നമ്മെ കാണും, നമ്മളുടെ കൽബുകളെ അല്ലാഹു കാണും. യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയവനായ അല്ലാഹു യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നിരപരാധിയായി ജയിലിലടക്കപ്പെട്ട ആ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് വലിയ രാജാധികാരം നൽകിയവനായ അല്ലാഹു തമ്പുരാനുണ്ടല്ലോ. മൂസ അലൈഹിസ്സലാമിനെ ഫറോവയുടെ വായിൽ നിന്ന് രക്ഷപ്പെടുത്തി ആ ഫറോവയെ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞവനായ അല്ലാഹു ഉണ്ടല്ലോ. ആ അല്ലാഹു നമുക്കും രക്ഷയേകും മുഅ്മിനീങ്ങളെ. ആ അല്ലാഹു നമ്മുടെ കവാടങ്ങളും വിശാലമാക്കും മുഅ്മിനീങ്ങളെ. നമ്മുടെ കുട്ടികൾ മദ്രസകളിൽ പോകാൻ ബുദ്ധിമുട്ടായി, സ്കൂളുകൾ തുറക്കപ്പെടാതെ വീടുകളുടെ അകത്തളങ്ങളിൽ കഴിയുന്നവരാണെങ്കിൽ അതിനേക്കാൾ മനോഹരമായ ഒരു ലോകം നമുക്ക് അല്ലാഹു തരുമെന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഖൽബിന്റെ അകത്ത് എൻ്റെ ഈ ഒരു വിചാരം വേണം, ഈ ഒരു ചിന്ത വേണം, ഈ ഒരു ആലോചന വേണം. റബ്ബേ, ഈ പരീക്ഷണങ്ങളൊക്കെ നിന്നെക്കുറിച്ച് ആലോചിക്കാൻ, നിന്നോടെന്റെ സങ്കടങ്ങൾ പറയാൻ നീ എനിക്ക് നൽകിയ ഒരവസരമാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കേണ്ട സമയമാണ്, റബ്ബിനോട് പറയേണ്ട സമയമാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പ്രതിസന്ധികളിൽ നിന്നൊക്കെ നമുക്ക് വലിയ കാവലും വലിയ രക്ഷയും പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാൻ